ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഇതൊരു ലേഖാണ്. ലേഖം എന്ന് വെച്ചാൽ ലേഖനം. എന്താണ് നമ്മുടെ ലേഖനത്തിൻ്റെ പേര്? സാഫ് സഫായി മേം അവ്വല് ഘാവ്. സാഫ് സഫായി മേം അവ്വല് ഘാവ്. ഘാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സാഫ് സഫായി എന്ന് പറഞ്ഞാൽ ശുചിത്വം. ശുചിത്വത്തിലെ ഒന്നാമത്തെ ഗ്രാമം. ഏതാണ് നമ്മുടെ ലേഖനത്തിൻ്റെ പേര് കേട്ടോ. ഈ ഒരു ലേഖനം എഴുതിയത് ഗാലിബ് കലീമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഗാലിബ് കലീമാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആ ഒരു ഗ്രാമം ഏതാണ്, എന്താണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ നോക്കാം അല്ലേ. ഏഷ്യ കാ सबसे साफ सुथरा गाँव मावलिनोंग मेघालय में है. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. ഏഷ്യ का ഏഷ്യയിലെ സബ്സെ ഏറ്റവും സാഫ് സുഥര ഗാവ് വൃത്തിയുള്ള ഗ്രാമം മാവ്ലിനോങ്. മാവ്ലിനോങ് മേഘാലയ മേം ഹേ, മേഘാലയയിലാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം? മാവ്ലിനോങ് ആണ് അല്ലേ. ഈ ഒരു പിക്ചർ നോക്കിയേ. മാവ്ലിനോങ്ങിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മാവ്ലിനോങ് ആണ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. അത് മേഘാലയയിലാണ്. സാൽ 2003 മേം, വർഷം 2003-ൽ ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ ഏഷ്യാക്കെ, ഏഷ്യയിലെ സബ്സെ ഏറ്റവും സാഫ് സുഥരെ ഗാവ് കെ തൗർ പർ ചുനാ ഗയാ. സാഫ് സുഥരെ ഗാവ് കെ, വൃത്തിയുള്ള ഗ്രാമമായിട്ട്, ഗാവ് കെ തൗർ പർ ചുനാ ഗയാ, ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് 2003-ലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഓക്കെ, അത് അവിടുത്തെ പിക്ചേഴ്സാണ് കേട്ടോ. അവിടുത്തെ ഓരോ സ്ഥലങ്ങളാണ്. നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം അല്ലേ. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹേ कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं है. इस गाँव की, ഈ ഗ്രാമത്തിൻ്റെ, ഈ മാവ്ലിനോങ് ഗ്രാമത്തിൻ്റെ സബ്സെ ഏറ്റവും ബഡി ഖാസിയത്ത്, ഏറ്റവും വലിയ പ്രത്യേകത യഹ് ഹേ, ഇതാണ്. കി എന്തെന്നാൽ, എന്താണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത? യഹാം കി, അവിടെയുള്ള സാരി സാഫ് സഫായി, എല്ലാം മൊത്തം ശുചിത്വവും ഗാവ് വാലെ, ഗ്രാമവാസികൾ ഗുദ്ഹി കർത്തെ ഹൈം, സ്വയം തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ ക്ലീനിങ്ങും ചെയ്യുന്നത് അവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ്. സ്വച്ഛത കേലിയേ, വൃത്തിക്ക് വേണ്ടിയിട്ട്, ശുചിത്വത്തിന് വേണ്ടിയിട്ട്, യഹാം കെ ലോഗ്, ഇവിടുത്തെ ആളുകൾ, കിസി തരഹ്സെ, ഒരു തരത്തിലുള്ള, യാതൊരു തരത്തിലുള്ള, പ്രശാസൻ പർ നിർഭർ നഹീം ഹേ, ഭരണത്തെയും നിർഭർ നഹി ഹേ, ആശ്രയിക്കുന്നില്ല. ഒരു ഭരണത്തെയും അവരെന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. അവിടുത്തെ ഗ്രാമവാസികൾ തന്നെ അവിടുത്തെ എല്ലാ ക്ലീനിങ്ങും ചെയ്യും. നെക്സ്റ്റ്, ഇസ് ചോटे से गाँव में प्लास्टिक पूरी तरह से प्रतिबंधित है. पूरे गाँव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. इस छोटे से गाँव में, ഈ ചെറിയ ഗ്രാമത്തിൽ, പ്ലാസ്റ്റിക് പൂരി തരഹ്സെ പ്രതിബന്ധിത് ഹേ, പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനേ പാടില്ല, പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. പൂരെ ഗാവുമേ, ഗ്രാമത്തിൽ മുഴുവനും, ജഗഹ് ജഗഹ്, ഓരോ സ്ഥലത്തും, ബാംസ് എന്ന് പറഞ്ഞാൽ മുള, ഇവിടെ കണ്ടോ മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിന്,
ഭാംസ് സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ, മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹേ, സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ ഓരോ സ്ഥലത്തും ഇതേപോലത്തെ മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, ആ ഒരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടും. എല്ലാ സ്ഥലത്തും അത് വെച്ചതുകൊണ്ട് നല്ല ഉപകാരമാവും അല്ലേ. നെക്സ്റ്റ് എന്താണ്? महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फौरन सफाई में लग जाते हैं. महिला സ്ത്രീകൾ, പുരുഷന്മാർ, और बच्चों समेत കുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ, കിസി ബി ഗാവാലെ ഏതെങ്കിലും ഗ്രാമവാസികൾ, കോ അഗർ കഹി എവിടെയെങ്കിലും, ഗന്ദഗി മാലിന്യം, നസർ ആത്തി ഹെ കാണുകയാണെങ്കിൽ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ ഗ്രാമവാസികൾ, ഏതെങ്കിലും ഗ്രാമവാസികൾ എവിടെയെങ്കിലും വേസ്റ്റ് കാണുകയാണെങ്കിൽ, തോ വേ ഫൗറൻ സഫായി മേം ലഗ് ജാത്തേ ഹേ, ഉടൻ അവർ വൃത്തിയാക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവർ വൃത്തിയാക്കാൻ തുടങ്ങും. എവിടെ വേസ്റ്റ് ഉണ്ടാലും കുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരായാലും പെട്ടെന്ന്, ആരും വെയിറ്റ് ചെയ്യൂല, അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങും. ഓക്കെ, ഇന്ന് ഇത്രയും ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, ഒരു പിങ്ക് ബോക്സിൽ അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. യഹാ ഗാവ് വാലോം കി കോൺ സി മനോദശ പ്രകട് ഹോത്തി ഹേ, ഇവിടെ ഗ്രാമവാസികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? गाँव की साफ सफाई किसी प्रकार के प्रशासन पर निर्भर नहीं है. ഗ്രാമവാസികൾ ശുചിത്വത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ഭരണത്തെയും ആശ്രയിക്കുന്നില്ല. ഗാവ് കി സഫായി അപ്ന കർത്തവ്യ മാനത്തെ ഹൈ, ആ ഗ്രാമത്തിൻ്റെ ശുചിത്വം തൻ്റെ കർത്തവ്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഗ്രാമത്തിൻ്റെ ശുചിത്വം നമ്മുടെ ഒരു കർത്തവ്യമാണ് എന്ന് ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്യാം, അവരെന്നെ എല്ലാം വൃത്തിയാക്കും, ആരും വെയിറ്റ് ചെയ്യൂല. ഓക്കെ, ഇവിടെ കുറച്ച് മീനിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ അറിയാത്ത മീനിങ്സൊക്കെ നോട്ട് ചെയ്യുക. സാൽ വർഷം, ഗാവാലെ ഗ്രാമവാസികൾ, പൂരി തരസെ പൂർണ്ണമായും, ലഗായേഹെ സ്ഥാപിച്ചിട്ടുണ്ട്, നസർ ആന കാണുക, ഗാസിയത്ത് വിശേഷത, ചോട്ടെ ചെറിയ, ജഗഹ് പ്ലേസ്, ഗന്ദഗി മാലിന്യം, പ്രതിബന്ധിത് നിരോധിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുല്ലേ. എന്ന് മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഏഷ്യ കാ സബ്സെ സാഫ് സുധരാ കാ മാവ്ലിനോങ് കഹാം ഹേ, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിനോങ് എവിടെയാണ്? മേഘാലയ അല്ലേ. മാവ്ലിനോങ് ഗാവ് കബ് ഏഷ്യ കെ സാഫ് സുധരെ ഗാവ് കെ തൗർ പർ ചുനാ ഗയാ, മാവ്ലിനോങ് ഗ്രാമത്തെ എപ്പോഴാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2003 അല്ലേ, 2003. മാവ്ലിനോങ് മേം പൂരി തരഹ്സെ പ്രതിബന്ധിത് ചീസ് കോൻസി ഹേ, മാവ്ലിനോങ് ഗ്രാമത്തിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള വസ്തു ഏതാണ്? പ്ലാസ്റ്റിക് അല്ലേ, നമ്മൾ പഠിച്ചു പ്ലാസ്റ്റിക്കാണ് അവിടെ പൂർണ്ണമായി നിരോധിച്ചത്. മാവ്ലിനോങ് ഗാവ് മേ ഡസ്റ്റ്ബിൻ കിസ് സെ ബനെ ഹുയേ ഹൈ, മാവ്ലിനോങ് ഗ്രാമത്തിൽ ഡസ്റ്റ്ബിന് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ബാംസ് സെ, മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഗ്രാമത്തിനെ കുറിച്ചിട്ട് കൂടുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.